السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകിയ കൽപ്പനകൾ അത് ഓർമ്മ വെക്കുകയും ആവർത്തിക്കുകയും ചെയ്യുക, അത് മറ്റുള്ളവരെയും ഓർമ്മപ്പെടുത്തുക. ഓർമ്മപ്പെടുത്തുന്നതിനായി ഉത്തരവാദിത്തം നൽകപ്പെട്ടവരുടെ ജോലിയാണത്. സത്യവിശ്വാസികളുടെ ജോലിയാണ് ഞാൻ പറഞ്ഞ ഈ കാര്യം, മറ്റുള്ളവരെ കൽപ്പനകൾ ഓർമ്മപ്പെടുത്തലും അതുപോലെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കലും. എന്നാൽ ഈ ഉത്തരവാദിത്തം നൽകപ്പെട്ടവരുടെ ഗണത്തിൽ നാം എല്ലാവരും അംഗങ്ങളാണ്. അത് മുറബിമാരാണെങ്കിലും ശരി, ഭാരവാഹികളാണെങ്കിലും ശരി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിന്റെ സംവിധാനത്തിൽ ഒരു കേന്ദ്ര സംവിധാനത്തിന് പുറമെ ശാഖാപരമായ സംവിധാനവും നിലവിലുണ്ട്. കൂടാതെ ജമാഅത്ത് സംവിധാനത്തിലും ശാഖ സംഘടന സംവിധാനത്തിലും ദേശീയ തലം മുതൽ പ്രാദേശികവും മഹലടിസ്ഥാനത്തിലും വരെ ഭാരവാഹികൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ഭാരവാഹികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അവർ ഖിലാഫത്തിന്റെ അവയവങ്ങളായി പ്രവർത്തിച്ചുകൊണ്ട് വിശാലവും വിപുലവുമായ ഖിലാഫത്തിന്റെ ഉത്തരവാദിത്വത്തിലുള്ള നിർബന്ധ കാര്യങ്ങൾ നിർവഹിക്കുന്നവരായിരിക്കും എന്നാണ്. അതിനാൽ ഈ കാര്യത്തെ മുഴുവൻ മുറബിമാരും ഭാരവാഹികളും മനസ്സിലാക്കുകയാണെങ്കിൽ ജമാഅത്തുകളിൽ തീർച്ചയായും വിപ്ലവകരമായ പരിവർത്തനം ഉണ്ടായിത്തീരുന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ, മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തൽ, അല്ലെങ്കിൽ ഈ വികാരം ഉണ്ടായിത്തീരൽ, അതായത് അള്ളാഹു എനിക്ക് താൽക്കാലികമായോ പൂർണ്ണമായ നിലയിലോ ജീവിതം വഖഫ് ചെയ്തുകൊണ്ട് ജമാഅത്തിനെ സേവിക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം സ്വയം പരിശോധന വിധേയമാക്കുന്നതാണ്. ഞാൻ എത്രമാത്രം ദൈവീയ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ഒരു സേവനം ചെയ്യുന്ന വ്യക്തിയും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുമായ എനിക്ക് മാതൃക നിലനാട്ടുന്നതിൽ വിജയം കൈവരിക്കാൻ സാധിച്ചോ എന്ന് നോക്കുന്നതാണ്. അങ്ങനെ ഞാൻ മറ്റുള്ളവരെ ഈ കൽപ്പനകളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ്. അതല്ലാതെ ഞാൻ വെറും മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുക മാത്രമാണോ, അതോ എന്റെ സ്വന്തം കർമ്മങ്ങൾ അതിൽ നിന്ന് വിപരീതമോ വിദൂരമോ ആണോ? അങ്ങനെയാണെങ്കിൽ ഭയപ്പെടേണ്ട അവസ്ഥയാണ്. ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. അല്ലാതെയും ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ കാരണത്താൽ വളരെയധികം ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതിന്റെ ആവശ്യം നേരിടുന്നതാണ്. ഇവിടെ
ഒരു കാര്യം നമ്മിൽ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഏതെങ്കിലും ഭാരവാഹി ഉപദേശിക്കേണ്ടത് എന്റെ ജോലിയല്ല, മറിച്ച് സദറിന്റെയോ അമീറിന്റെയോ മുറബിയുടെയോ സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിന്റെ സെക്രട്ടറിമാരുടെ ജോലിയാണ് എന്ന് മനസ്സിലാക്കി വെക്കരുത്. ഏതുപോലെ സദർ അൻസാറുള്ളയുടെയോ അല്ലെങ്കിൽ അതിലെ തർബിയത്ത് വിഭാഗത്തിന്റെയോ ജോലിയാണ്. സദർ ഖുദാമുൽ അഹമ്മദിയ അല്ലെങ്കിൽ അവരുടെ തർബിയത്ത് വിഭാഗത്തിന് ഉത്തരവാദിത്തമാണ്. അതുപോലെ ലജന സദർ അല്ലെങ്കിൽ അവരുടെ തർബിയത്തിന്റെ വിഭാഗത്തിലുള്ള ജോലിയാണ്. എന്നാൽ അങ്ങനെയല്ല, ഓരോ സെക്രട്ടറിയും, അത് സിയാഫത്ത് സെക്രട്ടറി ആയാലും അതുപോലെ ശാഖ സംഘടനയിലെ ഖിദ്മത്തുകൾക്ക് സെക്രട്ടറി ആയാലും കളിയുടെ മേൽനോട്ടക്കാരനായാലും ആര് തന്നെയായാലും അവരുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അവർ ദീനീ സേവനം ഏത് രീതിയിൽ നിർവഹിക്കുന്നവരാണെങ്കിലും ശരി, അവർ സ്വന്തം മാതൃക കാഴ്ചവെക്കേണ്ടതാണ്. ഇങ്ങനെ സംഭവിച്ചാൽ, ഞാൻ മുമ്പ് പല പ്രാവശ്യം ഇത് സംബന്ധമായി പറഞ്ഞു കഴിഞ്ഞതാണ്, ജമാഅത്തിലെ 50-ൽ അധികം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും. അത് മസ്ജിദുകളിൽ നമസ്കരിക്കുന്നവരുടെ ഹാജര നിലയുടെ കാര്യത്തിലായാലും മറ്റ് ത്യാഗത്തിന്റെ നിലവാരത്തിലായാലും അതുമല്ലെങ്കിൽ സൃഷ്ടികളോടുള്ള കടമപൂർത്തീകരണത്തിന്റെ കാര്യത്തിലായാലും ശരി, എല്ലാ വിഭാഗത്തിലെയും ജമാഅത്തിനായി സേവനം ചെയ്യുന്ന വ്യക്തി സ്വയം തന്റെ ഉള്ള് പരിശോധിക്കുക. ഈ കൽപ്പനകളിൽ ഞാൻ എത്രമാത്രം പ്രവർത്തിക്കുന്നവനാണ്? പരിവർത്തനമുണ്ടാക്കി തന്റെ അവസ്ഥയെ മെച്ചപ്പെടുത്തുക, അതിനുശേഷം മറ്റുള്ളവരോട് പറയുക. ഇത് എല്ലാ അഹമ്മദികൾക്കും നിർബന്ധമാണ്. കാരണം അവർ തന്റെ ഉള്ളിൽ പരിശുദ്ധ പരിവർത്തനം ഉണ്ടാക്കുന്നതിനായി ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൽ ബയ്യത്ത് ചെയ്തവരാണെന്ന് വാദിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ നോക്കുക, അവ ആവർത്തിക്കുക, പലതവണയായി മുന്നിൽ കൊണ്ടുവരിക. നാം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഒരു മഹത്തായ വിപ്ലവം നാം സൃഷ്ടിക്കുന്നതാണ്. ഇത് നമ്മെ മാത്രം പരിശുദ്ധീകരിക്കുന്നതിന് കാരണമായി തീരുകയില്ല, മറിച്ച് ലോകത്തിന് യഥാർത്ഥ ധാർമ്മിക ഗുണത്തെ സംബന്ധിച്ച് വിവരിച്ചു കൊടുക്കുന്നവരായി തീരുന്നതാണ്. അതിനാൽ ഇതിലേക്ക് പ്രത്യേക നിലയിൽ നമുക്ക് ശ്രദ്ധ നൽകേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളെ കണ്ടെത്തിക്കൊണ്ട് അതിൽ പ്രവൃത്തി കാഴ്ചവെക്കേണ്ടതാണ്. കഴിഞ്ഞ ഖുതുബയിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അത് ഒരു സത്യവിശ്വാസിയിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്നും ഞാൻ ചില കാര്യങ്ങൾ സമർപ്പിക്കുന്നതാണ്. റമളാന്റെ മാസം ദാസന്റെ പരിഷ്കരണത്തിനായുള്ള ഏറ്റവും വലിയ മാർഗമാണ്. ഈ മാസം നമ്മെ നമ്മുടെ ആരാധനയിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന മാസമാണ്. അവിടെ നമ്മുടെ ബലഹീനതകളെ ചൂണ്ടിക്കാട്ടുകയും അതോടൊപ്പം അതിനെ ശരിപ്പെടുത്തുന്നതുമായ മാസമാണ്. അതിനാൽ ഈ മാസത്തിൽ നമുക്ക് നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞുകൊണ്ടും അള്ളാഹുവിന്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ടും നമ്മുടെ സംസ്കരണത്തിനായി പരിപൂർണ പരിശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ പരിപൂർണമായ നിലയിൽ ഇതിനായി നാം പരിശ്രമിക്കുന്നില്ലെങ്കിൽ റമളാന്റെ അത്താഴത്തിലും നോമ്പുതുറയിലും മാത്രം പ്രയോജനം കണ്ടെത്തുന്നവരായി തീരുന്നതാണ്. ഒരു കർമ്മപരമായ ഒരു സ്വാധീനവും നമ്മിൽ ഉണ്ടായിത്തീരുന്നതല്ല. അത് നമ്മുടെ ആത്മീയവും ശിക്ഷണപരവുമായ നിലവാരത്തിന് ഉന്നതി പ്രദാനം ചെയ്യുന്നവയാണ്. ഏതുപോലെ എന്നാൽ ചിലരെ സംബന്ധിച്ച് പറയപ്പെടുന്നു, പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. നോമ്പ് അനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിക്കുന്ന പക്ഷം ചില ഒഴികഴിവ് പറയുന്നു. നഫലിനെ സംബന്ധിച്ചോ തറാവീനെ സംബന്ധിച്ചോ ചോദിക്കുമ്പോഴും അവർ ഒഴികഴിവ് പറയുന്നു. നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോഴും അവർ ഒഴിവ് പറയുന്നു. എന്നാൽ നോമ്പ് തുറയെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായും അത് ഞങ്ങൾ ചെയ്യുന്നതാണ്, ഞങ്ങൾ അത് ചെയ്യാതിരിക്കാൻ കാഫിറൊന്നുമല്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു വിശ്വാസിയാകാൻ നാം പാടില്ല. ഇങ്ങനെയുള്ളവരുടെ അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ദീനിനെ പരിഹസിക്കുന്നത്. ഇത് കഥയേക്കാൾ ഉപരി ഇപ്പോഴുള്ള മുസ്ലിങ്ങളുടെ ചിത്രമാണ്.
അള്ളാഹു ഒരു കരുണ വർഷിക്കുമാറാകട്ടെ. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരുടെ നിലവാരം ഉന്നതവും ഉയർന്നതുമായിരിക്കണം. അനുവദനീയമായ കാരണമല്ലാതെ നോമ്പ് ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. അതുപോലെ റമളാന്റെ ഉദ്ദേശം, അതായത് ഇബാദത്ത്, അത് ഉന്നത നിലയിൽ നിർവഹിക്കുകയും ചെയ്യേണ്ടതാണ്. അതോടൊപ്പം റമളാനിൽ പരിശുദ്ധ ഖുർആൻ അധികമായി പാരായണം ചെയ്യുന്നതും സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ പ്രത്യേകമായ നിലയിൽ റമളാൻ മാസത്തിൽ വിശുദ്ധ ഖുർആന്റെ അവതരണം ജിബ്രീൽ അലൈഹിസ്സലാം ആവർത്തിച്ചിരുന്നു. അതിനാൽ നാം ഓരോരുത്തർക്കും വിശുദ്ധ ഖുർആന്റെ പാരായണത്തിലേക്ക് പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് കൽപ്പനകളെ കണ്ടെത്തി അതിനെ തന്റെ മേൽ പ്രവർത്തനവൽക്കരിക്കേണ്ടതിന്റെയും ആവശ്യമുണ്ട്. തറാവി നമസ്കാരം ഫർളല്ല എന്നത് ഒരു വസ്തുതയാണെങ്കിലും ഇത് ഹദ്റത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ് ആരംഭിച്ചത്. തഹജ്ജുദ് നമസ്കരിക്കാൻ സാധിക്കാത്തവർ അവരുടെ നഫലായ ഇബാദത്തുകൾ പൂർത്തിയാക്കുന്നതിനും കാരിയിലൂടെ വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിനും വേണ്ടിയാണ് ഇത് തുടങ്ങിയത്. നഫൽ നമസ്കാരം ആകുന്നുവെങ്കിലും തഹജ്ജുദിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നവർ തഹജ്ജുദ് നമസ്കരിക്കേണ്ടതാണ്. ഈ കാലത്ത് സമയം കുറവാണെങ്കിലും കുറച്ചെങ്കിലും നമസ്കരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നോമ്പിനായി എഴുന്നേൽക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരമായി നഫല് നമസ്കരിക്കേണ്ടതാണ്. തറാവി നമസ്കാരം നോമ്പിനോട് അനുബന്ധമായിരിക്കുന്ന ഒരു നിർബന്ധ കടമയൊന്നുമല്ല. തഹജ്ജുദും നിബന്ധനയല്ല എങ്കിൽ തന്നെയും നഫൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ അവസ്ഥയിലും തഹജ്ജുദ് നമസ്കരിക്കാൻ സത്യവിശ്വാസികളോട് നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. ഇതിന് വിശദീകരണം ഞാൻ നൽകിയതിന് കാരണം എന്നോട് പറയപ്പെടുകയുണ്ടായ നോമ്പ് എടുക്കുന്നവർക്ക് കുറഞ്ഞത് 8 റക്അത്ത് തറാവിയോ നമസ്കരിക്കുകയോ 8 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുകയോ ചെയ്യേണ്ടതാണ്. ഇത് നിർബന്ധമാണ്. തറാവിയോ തഹജ്ജുദോ നോമ്പിന്റെ ഷർത്തുകളിൽപ്പെട്ട ഷർത്തല്ല എന്ന് ഞാൻ വീണ്ടും വെളിപ്പെടുത്തുകയാണ്. എന്നാൽ നഫലുകൾ അനുഷ്ഠിക്കേണ്ടത് നിർബന്ധമാണ്. അതിൽ പ്രാധാന്യമറിയിക്കുന്നത് നോമ്പിനോടൊപ്പം ഖുർആൻ പാരായണം നിർവഹണമാണ്. അത് സുന്നത്താണ്. അതിനാൽ ഓരോരുത്തരും അധികമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമസ്കാരവും ഇബാദത്തും ഓരോ മൂമിനും നിർബന്ധമാണ്. എന്നാൽ റമളാൻ മാസത്തിൽ ഈ ഇബാദത്തുകളിലും നമസ്കാരങ്ങളിലും കൂടുതൽ മനോഹാരിത സൃഷ്ടിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം തന്റെ നാവുകളെ അള്ളാഹുവിന്റെ ദിക്റിനാൽ കൂടുതൽ ശീതളമാക്കി വെക്കേണ്ടതാണ്. അതുപോലെ ഈ അന്തരീക്ഷത്തിൽ മുമ്പ് നമ്മിൽ നമസ്കാരത്തിലോ ഇബാദത്തിലോ ഏതെങ്കിലും തരത്തിൽ ബലഹീനത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാം അതിനെ വിദൂരപ്പെടുത്തിക്കൊണ്ടും ഈ കൽപ്പനകളെ ജീവിതത്തിന്റെ ഭാഗമാക്കി എപ്പോഴും നിലനിർത്തുന്നതാണ് എന്ന നിയത്തോടുകൂടിയും റംലാൻ മാസത്തിൽ ഉന്നതമായ പരിശ്രമം കാഴ്ചവെക്കേണ്ടതാണ്. ഇത് റംലാൻ മാസത്തിൽ മാത്രമല്ല ഈ കൽപ്പനയുള്ളത്, തന്റെ ഉള്ളിൽ അത് പ്രയോഗവൽക്കരിക്കേണ്ടത്. അതുപോലെ റംലാൻ മാസത്തിന് മാത്രമായിട്ടുള്ള കൽപ്പനയുമല്ല, പ്രത്യുത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമുള്ള കൽപ്പനയാണ്. ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. നമസ്കാരം ഇബാദത്തും അള്ളാഹുവിന്റെ കൽപ്പനകളിലെ അടിസ്ഥാനപരമായ കൽപ്പനയാണ്. ഇപ്പോൾ നമ്മൾ ഇബാദത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകാനുള്ള കാരണം റംലാൻ മാസം അനുഗ്രഹങ്ങളുടെ മാസമായതുകൊണ്ടാണ്. അതുപോലെ ദുആ സ്വീകരിക്കുന്ന മാസമാണ്. അതിനാൽ നാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്വരുക്കൂട്ടുന്നവരാകുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. ഈ റമളാൻ മാസം നിന്ന് പ്രയോജനം നേടുന്നതാണ്.
ഇത് സംബന്ധമായി നാം ഓർക്കേണ്ടത് അള്ളാഹുവിന്റെ ദൃഷ്ടി നമ്മുടെ ഹൃദയാന്തരങ്ങൾ വരെയും എത്തുന്നതാണ്. അവൻ നമ്മുടെ നിയ്യത്തുകളെ സംബന്ധിച്ചറിയുന്നു. നമ്മുടെ കർമ്മങ്ങളെ നമ്മുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ സ്വീകരിക്കുന്നത്. അതിനാൽ നമുക്ക് അള്ളാഹുവിന്റെ തഖ്വ സ്വായത്തമാക്കിക്കൊണ്ടും ഈ മാസത്തിലെ ഇബാദത്തുകളെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതാണ് എന്ന നിയ്യത്തോടുകൂടിയും വേണം നമുക്കിപ്പോൾ ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത്. തഹജ് നിർവഹിക്കുന്ന ശീലമുണ്ടാകുകയോ ദിവസത്തിൽ നഫലുകൾ നിർവഹിക്കുന്നതിലേക്ക് ശ്രദ്ധയുണ്ടാവുകയോ അങ്ങനെയുള്ള ശീലങ്ങളെ നാം എന്നേക്കുമായി നിലനിർത്തി പോരേണ്ടതാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ, എല്ലാവിധ ആപത്തുകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം ഒരിക്കൽ ഇതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി, അല്ലയോ ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക. പറയുന്നു, ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളത് നിങ്ങളെ സൃഷ്ടിച്ചവൻ മാത്രമാണ്. ഹൃദയം അടുപ്പിക്കേണ്ടതും അവനോടാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുമായിട്ടുള്ളവൻ അവനാണ്. ദൈവത്തോട് പ്രത്യേകമായ ബന്ധം സ്ഥാപിക്കുക എന്നതാണ് വിശ്വസ്തത. മറ്റെല്ലാ വസ്തുക്കളെയും അവന് മുമ്പിൽ നിസ്സാരമായി ഗണിക്കുക. ഏതുവരെ അറിവിന്റെയും പ്രാമാണികതയുടെയും സ്ഥാനം എന്നത് നാം എല്ലാവരും അറിയുന്നത് ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. അള്ളാഹു തന്നെയാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ജീവിച്ചിരിക്കുന്ന ദൈവവും അവനാണ്. ദുആകളെ അവൻ കേൾക്കുന്നു. അവനിലേക്ക് ഹൃദയം അടുപ്പിക്കേണ്ടതാണ്. എന്നാൽ ഇതെല്ലാമായിട്ടും നമ്മിൽ അധിക പേരും ആ പ്രത്യേകമായ ബന്ധം ഉണ്ടാക്കുന്നതിൽ നിർബന്ധമായിട്ടുകൂടി അതിനായി പരിശ്രമിക്കുന്നില്ല. എന്നാൽ അവസാനം നമുക്ക് എല്ലാ ബന്ധത്തെയും ഇത് നിസാരമാക്കി തീർക്കേണ്ടതായിരുന്നു. റമളാനിൽ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിന്റെ സ്വാധീനത്താൽ ഇതിലേക്ക് എല്ലാവരുടെയും പാദം ഊന്നാൻ തുടങ്ങുന്നു. എന്നാൽ റമളാൻ അവസാനിച്ചതിനു ശേഷം സാവധാനത്തിൽ അധിക പേരുടെയും പാദം പിന്നോട്ട് മാറുന്നു. നമ്മുടെ കർമ്മങ്ങളിലൂടെ അല്ലാഹു അല്ലാതെ മറ്റെല്ലാ വസ്തുക്കളും നിസാരമാണ് എന്ന് നാം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഹൃദയത്തിൽ തഖ്വ ഉണ്ടാകേണ്ട നിർബന്ധമാണ്. അല്ലാഹു ഈ ആയത്തിൽ ഇതാണ് പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ തഖ്വ ഉണ്ടാകുന്നതാണ്. ആരാധനയുടെ ലക്ഷ്യം ദൈവത്തെ തിരിച്ചറിയുക മാത്രമല്ല, പ്രത്യുത തഖ്വ ഉണ്ടാക്കിക്കൊണ്ട് തങ്ങളുടെ ആത്മീയ ഉന്നതികളെ പ്രാപ്തമാക്കുക എന്നതാണ്. അല്ലാഹുവിന്റെ ഗുണഗണങ്ങളുടെ ഗ്രാഹ്യം നേടിയെടുക്കുക എന്നതാണ്. ഗുണഗണങ്ങളുടെ ഗ്രാഹ്യം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് മറ്റു വസ്തുക്കൾ തന്റെ മുന്നിൽ നിസാരമായി തീരുന്നത്, അല്ലെങ്കിൽ തീരുകയുള്ളൂ. ഉദാഹരണമായി അല്ലാഹു ഇവിടെ പറയുന്നു, തന്റെ റബ്ബിനെ ആരാധിക്കുക. റബ്ബ് എന്നത് അല്ലാഹുവിന്റെ ഒരു സിഫത്താണ്. അത് പരിപാലിക്കുന്നു. സൃഷ്ടിച്ചതിനു ശേഷം സാവധാനത്തിൽ അതിന് വളർച്ച നൽകുന്നു, അതിന് പുരോഗതി നൽകുന്നു. തന്റെ റബ്ബിനെ ആരാധിക്കുക എന്ന് ഇവിടെ അല്ലാഹു പറയുമ്പോൾ
പറയുന്നു, നിങ്ങളുടെ ഭാവിയിലെ എല്ലാവിധത്തിലുള്ള പുരോഗതികളും നിങ്ങളുടെ റബ്ബുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവനിൽ സമ്മേളിച്ചിരിക്കുന്നു. നിങ്ങൾ പ്രത്യേകമായി കൊണ്ട് തന്റെ റബ്ബിനെ ആരാധിക്കുന്ന പക്ഷം എവിടെയാണ് ഭൗതികമായ നിലയിൽ റബൂബിയത്തിനെ ഗുണത്തിൽ സാധാരണ രീതിയിൽ പരിപാലനമുണ്ടാകുന്നത്, അവിടെ നിങ്ങളുടെ ആത്മീയ കഴിവിനും പുരോഗതി ലഭിക്കുമാറാകുന്ന പരിപാലനം അള്ളാഹു ചെയ്യുന്നതാണ്. അതിനാൽ ഇതിലും നമുക്ക് ഉപദേശമുണ്ട്. നമ്മുടെ ആത്മീയതയ്ക്ക് പുരോഗതി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ലഭിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം നാം നമ്മുടെ ഇബാദത്തിനോടുള്ള കടമ പൂർത്തിയാക്കുന്നില്ല എന്നതാണ്. അതിന്റെ ഫലമായി തന്റെ റബ്ബിന്റെ ആത്മീയ പുരോഗതിയാകുന്ന അനുഗ്രഹം നഷ്ടമാകുന്നു. നാം നമ്മുടെ ഇബാദത്തുകളുടെ കടമകൾ പൂർത്തീകരിച്ചുകൊണ്ട് അവന്റെ ആത്മീയ ഗുണങ്ങളിൽ നിന്ന് അനുഗ്രഹം നേടിക്കൊണ്ടും അങ്ങനെ തഖ്വയിൽ മുന്നേറുമ്പോൾ നമ്മുടെ ഇബാദത്തുകൾ റമളാനിൽ മാത്രം പരിമിതപ്പെടുകയില്ല. പ്രത്യുത മുഴുവൻ വർഷവും മുഴുവൻ ജീവിതവും നിറഞ്ഞു നിൽക്കുന്നതാണ്. ആയതിനാൽ ഈ ചിന്തയോടുകൂടി വേണം നാം നമ്മുടെ ഇബാദത്തുകളിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം ഒരു സ്ഥലത്ത് പറയുന്നു, യഥാർത്ഥ വസ്തുത മനുഷ്യ സൃഷ്ടിപ്പിന് കാരണമായ ഇല്ലത്തെ ആയി ഈ ഇബാദത്താണ്. അതായത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം ഇബാദത്താണ്. പറയുന്നു മറ്റൊരു സ്ഥലത്ത് വിവരിച്ചതുപോലെ, മാ ഖലഖ്തുൽ ജിന്ന വ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതായത് ഇബാദത്ത് യഥാർത്ഥത്തിൽ പറയപ്പെടുന്നത് ഇതിനാണ്. മനുഷ്യൻ എല്ലാവിധത്തിലുള്ള കലഹങ്ങളും കുഴപ്പങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഹൃദയഭൂമിയെ കൃഷിക്കാരൻ കൃഷിഭൂമിയെ വൃത്തിയാക്കുന്നത് പോലെ ശുദ്ധീകരിക്കുക. പിന്നീട് പറയുന്നു, ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രമാത്രം നിർബന്ധമെന്നാൽ നിങ്ങളെ സൃഷ്ടിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ ഉദ്ദേശം നിങ്ങൾ അവനെ ആരാധിക്കുക എന്നതാണ്, അവന്റേതായി തീരുക എന്നതാണ്. ഭൗതിക ലോകം മാത്രം നിങ്ങളുടെ ലക്ഷ്യമായി മാറരുത് എന്നതാണ്. പറയുന്നു, ഞാൻ വീണ്ടും വീണ്ടും ഇത് സംബന്ധമായി പറയുന്നത് എന്റെ ദൃഷ്ടിയിൽ ഈ ഒരു കാര്യം മാത്രമാണ്. അതായത് ഏതൊരു ലക്ഷ്യത്തിനായാണ് മനുഷ്യൻ ആഗതനായിട്ടുള്ളത് അതിൽ നിന്നാണ് അവൻ വളരെ വിദൂരപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഇതിലേക്ക് വളരെയധികം ശ്രദ്ധ തിരിക്കേണ്ടതാണ്. എനിക്ക് ചില ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ഭാരവാഹികളെ സംബന്ധിച്ചും നമസ്കാരത്തിൽ അലസത കാണിക്കുന്നുവെന്ന് പരാതി ലഭിക്കുന്നു. മസ്ജിദിൽ പോകുന്നില്ല. ചിലരാണെങ്കിൽ വീടുകളിലും നമസ്കരിക്കുന്നില്ല. അവരുടെ ഭാര്യമാരാണ് പരാതിപ്പെടുന്നത്. ഇതിൽ വളരെയധികം ലജ്ജ തോന്നുന്നു. ആയതിനാൽ നമ്മുടെ ആരാധനകൾ പരിശോധനാ വിധേയമാക്കേണ്ടതാണ്. ഇതില്ലാതെ തഖ്വ കരസ്ഥമാകുന്നതല്ല. തഖ്വ ഇല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തിനോടുള്ള കടമ നിർവഹിക്കുകയുമില്ല, അതോടൊപ്പം അവന്റെ സൃഷ്ടികളോടുള്ള കടമയും നിർവഹിക്കുന്നവൻ ആയിരിക്കുകയില്ല. അതുപോലെ ജമാഅത്തിന്റെ ഉന്നമനത്തിനായി എന്തെങ്കിലും ചെയ്യുവാനും അവൻ പ്രാപ്തനായിരിക്കുകയില്ല. അതുപോലെ അവന്റെ പ്രവൃത്തിയിലും ബർക്കത്തുണ്ടായിരിക്കുകയില്ല. അതിനാൽ നമുക്കെപ്പോഴും ജാഗരൂകരായിക്കൊണ്ട് തങ്ങളുടെ ഇബാദത്തുകളുടെ മേൽനോട്ടവും സംരക്ഷണവും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ചൊരുക്കൂട്ടുന്നവരായി തീരുന്നതാണ്, ആത്മീയ നേട്ടവും കൈവരിക്കുന്നവരാകുന്നതാണ്. പിന്നീട് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്. പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അമാനത്തുകളിലും വഞ്ചന കാട്ടരുത്. ഇത് വളരെ പ്രാധാന്യമറിയിക്കുന്നതും ശ്രദ്ധ അറിയിക്കുന്നതുമായ കൽപ്പനയാണ്. വഞ്ചന എന്നത് ചെറിയ കാര്യത്തിലോ അല്ലെങ്കിൽ വലിയ കാര്യത്തിലോ അല്ലെങ്കിൽ വലിയ ജോലിയിലോ മാത്രം പരിമിതപ്പെടുന്നതല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, ജോലികൾ തുടങ്ങി വലിയ വലിയ കാര്യങ്ങൾ, ജോലി എന്നീ എല്ലാത്തിനെയും അത് വലയം ചെയ്യുന്നു.
ഹദരത്ത് മസീഹ് അലൈഹി സ്വലാം ഒരു പരിശുദ്ധ ജമാഅത്ത് സ്ഥാപിക്കുന്നതിനായി ആഗതനായതാണ്. ആ മഹാത്മാവ് ബയ്യത്തിന്റെ നിബന്ധനകളിലെ രണ്ടാമത്തെ നിബന്ധനയിൽ വഞ്ചന കാണിക്കില്ലെന്നും അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതാണെന്നും നമ്മോട് പ്രതിജ്ഞ വാങ്ങിയിട്ടുള്ളതാണ്. എല്ലാ തിന്മകളും അത് ചെറുതായാലും വലുതായാലും അത് തിന്മ തന്നെയാണ്. എന്നാൽ ചില തിന്മകൾ മറ്റ് തിന്മകളെ ജന്മം നൽകുന്നവയാണ്. വഞ്ചനയും അതിൽപ്പെട്ട ഒരു തിന്മയാണ്, അതുപോലുള്ള ഒരു തിന്മയാണ്. അള്ളാഹു പറയുന്നു, വഞ്ചന പിന്നീട് തന്റെ ഉത്തരവാദിത്വത്തിലും നിർബന്ധ കടമകളിലും വഞ്ചന ചെയ്യിപ്പിക്കുന്നു. അതിനാൽ അള്ളാഹു പറയുന്നു, വഞ്ചകൻ അള്ളാഹുവിനോടുള്ള കടമയും റസൂലിനോടുള്ള കടമയും പൂർത്തിയാക്കുന്നതല്ല, അതുപോലെ ദാസന്മാരോടുള്ള കടമയും നിർവഹിക്കുന്നതല്ല. ഒരു വഞ്ചകനായ മനുഷ്യൻ ഞാൻ നമസ്കരിക്കുന്നവനാണ്, ഇബാദത്ത് ചെയ്യുന്നവനാണ് എന്ന് ലക്ഷ്യം പ്രാവശ്യം പറഞ്ഞു നടന്നാലും ശരി, മുമ്പ് പറഞ്ഞതുപോലെ ഇബാദത്തിന്റെ ലക്ഷ്യം തഖ്വ ഉണ്ടാക്കലാണ്. തഖ്വയുടെ അർത്ഥം ഇതാണ്: അള്ളാഹുവിനോടുള്ള സ്നേഹം ഭയം കാരണത്താൽ അവനോടും അവന്റെ ദാസനോടുമുള്ള കടമകൾ പൂർത്തിയാക്കുന്നതാണ്. കടമ പൂർത്തീകരിക്കുമ്പോൾ വഞ്ചന വന്നാൽ അത് തഖ്വയെ വിദൂരപ്പെടുത്തുന്നു. വഞ്ചകനായി ഒരു മനുഷ്യൻ തഖ്വയിൽ ചതിക്കുന്നതിനായി നിലനിൽക്കുക അതൊരിക്കലും സാധ്യമായ കാര്യമല്ല. അതുപോലെ കടമകൾ പൂർത്തീകരിക്കുമായിരിക്കില്ല. അതിന്റെ ഫലമായി ആ വ്യക്തിയുടെ ഇബാദത്തും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. ദാസനാകുന്നത് വളരെ വലിയ കാര്യമാണ്. വിശ്വാസിയാണെന്ന് പോലും പറയാൻ സാധിക്കുകയില്ല വഞ്ചകന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരവസരത്തിൽ പറയുകയുണ്ടായി, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാനും കുഫറും സത്യവും കളവും ഒരുമിക്കുകയില്ല. അതുപോലെ വിശ്വസ്തതയും വഞ്ചനയും ഒരുമിച്ച് കൊടുക്കില്ല. ആയതിനാൽ ഈമാന്റെ അടയാളം സത്യസന്ധതയാണ്, അമാനത്ത് നൽകലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ ഇത് സംബന്ധമായി പറയുകയുണ്ടായി, മൂമിനിൽ കളവും വഞ്ചനയുമല്ലാത്ത മറ്റ് ദുശീലങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ രണ്ട് ദുശീലങ്ങൾ ഒരു മൂമിനിൽ ഉണ്ടാകുന്നതല്ല. കളവ് പറയുന്നവനും വഞ്ചന കാട്ടുന്നവനും അവൻ വിശ്വാസിയല്ല. ഈമാനെ സംരക്ഷിക്കുന്നതും വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുന്നതുമായ വിഷയം വളരെ വിശാലമായ വിഷയമാണ്. ഒരു മൂമിനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ പ്രാധാന്യം അവൻ മനസ്സിലാക്കുമെന്നാണ്. ഇത് മനസ്സിലാക്കുന്നതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ നിർദ്ദേശം വളരെ വ്യക്തമായ നിലയിൽ വിവരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, 3 കാര്യത്തെ സംബന്ധിച്ച് ഒരു മുസ്ലിമിന്റെ ഹൃദയം വഞ്ചന കാണിക്കുന്നതല്ല. നമ്പർ 1, അള്ളാഹുവുമായുള്ള ബന്ധത്തിനുള്ള നിയത്ത്. 2, എല്ലാ മുസ്ലിമുകളുടെയും നന്മ. 3, ജമാഅത്തിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക. ഇതിൽ അള്ളാഹുവിനോടുള്ള കടമയുണ്ട്, സൃഷ്ടികളോടുള്ള കടമയുണ്ട്, ജമാഅത്തിനോടുള്ള ആത്മാർത്ഥതയുമുണ്ട്. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അള്ളാഹുവിനോടുള്ള കടമ പൂർത്തിയാക്കുന്നതിൽ ഇബാദത്ത് കൂടാതെയുള്ള ദീനിനെ സേവിക്കുന്നവരുടെ മേൽ ഇട്ടിരിക്കുന്ന മറ്റെല്ലാ ഉത്തരവാദിത്തങ്ങളുമാണ്. ഇത് ഭാരവാഹികളുടെ മേൽ അമാനത്ത് കണക്കെ നൽകിയിരിക്കുന്നതാണ്. തങ്ങളുടെ അമാനത്തുകളുടെ കടമ പൂർത്തിയാക്കുന്നതിനെ സംബന്ധിച്ച് ഓരോ വ്യക്തിയും സ്വയം പരിശോധിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനോടുള്ള തഖ്വ മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ എത്രത്തോളം എന്നാൽ തന്റെ മേൽ അർപ്പിതമായിരിക്കുന്ന അമാനത്തിനോടുള്ള പൂർത്തീകരണത്തിനെ സംബന്ധിച്ച് സ്വയം അവൻ മനസ്സിലാക്കുന്നതാണ്. ഇതും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നിങ്ങൾ നിങ്ങളുടെ സഹോദരനോടുള്ള കടമ പൂർത്തീകരിക്കുന്നതിലും അതും പൂർത്തീകരിക്കാതിരിക്കുക എന്നതും വഞ്ചനയാണ്. നിങ്ങളുടെ നാവിനാൽ കരങ്ങളാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നു. ഒരു മുസ്ലിം എന്നതിനാൽ നിങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്തമാണ് അവനോടുള്ള കടമ നിർവഹിക്കുന്നില്ല. കടമ നിറവേറ്റാതെ വഞ്ചനയ്ക്ക് കാരണക്കാരനാകുന്നു. എന്നാൽ
മറ്റൊരു നിവേദനത്തിൽ ഏതുവരെ പറഞ്ഞിരിക്കുന്നുവെന്നാൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണ് തന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കേണ്ടതാണ്. എല്ലാ മനുഷ്യരുടെയും കടമ പൂർത്തീകരിക്കേണ്ടത് ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. ആ കടമ നിർവഹിക്കാതിരിക്കൽ അവനെ വഞ്ചകനാക്കി തീർക്കുന്നു. ഒരു അഹമ്മദിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് വ്യവസ്ഥിതിയുടെ പരിധിയിൽ ഉണ്ട്. തന്റെ ബയ്യത്തിന്റെ പ്രതിജ്ഞ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ജമാഅത്തിലെ ഓരോ അംഗവും തങ്ങളുടെ ഇജ്തിമായിൽ ജമാഅത്ത് വ്യവസ്ഥിതികളെ പാലിക്കുന്നതാണ് എന്നുള്ള പ്രതിജ്ഞ ആവർത്തിക്കുന്നു. ആ പ്രതിജ്ഞയും ഒരമാനത്താണ്. ഇതും പൂർത്തിയാക്കേണ്ട നിർബന്ധമാണ്. തങ്ങളുടെ എല്ലാവിധ കഴിവുകളോടും കൂടി അതിനെ പൂർത്തീകരിക്കേണ്ടതും നമുക്ക് നിർബന്ധമാണ്. ഖിലാഫത്തിനോടുള്ള ബന്ധം, അനുസരണം ഇതും നിർബന്ധമാണ്. ഇതും പ്രതിജ്ഞയിലേറ്റു പറയുന്നു. അമാനത്തുകളുള്ള കടമ നിർവഹിക്കുമ്പോൾ ഈ കാര്യവും ശ്രദ്ധിക്കുക. അതായത് വീട്ടുകാര്യങ്ങളിൽ ആണും പെണ്ണും വിവാഹത്തിലേർപ്പെടുമ്പോൾ അവർക്ക് പരസ്പരം ചില കടമകളുണ്ട്. ഈ കടമകൾ പൂർത്തീകരിക്കുന്നതും ഒരമാനത്താണ്. അതിൽ ഭർത്താവിന്റെ ചുമതലയിൽപ്പെട്ട അമാനത്ത്, ഉദാഹരണമായി സ്ത്രീകൾക്ക് നൽകേണ്ട മഹർ, അത് നൽകേണ്ടതാണ്. പല പ്രശ്നങ്ങളും മുമ്പിൽ വരുന്നു. കലഹമുണ്ടാകുമ്പോൾ മെഹർ നൽകാതിരിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നു. ഇത് സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏതുവരെ പറഞ്ഞിരിക്കുന്നുവെന്നാൽ, സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിനായി മെഹർ നിർണയിക്കുകയും അത് നൽകിയില്ല എന്ന നിയ്യത്ത് ചെയ്യുന്നവൻ വ്യഭിചാരിയാണ്. കടം വാങ്ങിച്ചതിന് തിരിച്ചു നൽകുകയില്ല എന്ന് നിയ്യത്ത് ചെയ്തവൻ മോഷ്ടാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അമാനത്തിന്റെ നിലവാരത്തെ നമ്മിൽ എവിടെ വരെ എത്തിക്കാണണമെന്ന് ആഗ്രഹിച്ചു എന്ന് നോക്കുക. പറയുന്നു, ആരെങ്കിലും ഒരു മുസ്ലിം സഹോദരനിൽ നിന്ന് ഏതെങ്കിലും മാർഗം തേടുകയും അവൻ യാതൊന്നും ആലോചിക്കാതെ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്താൽ അവൻ വഞ്ചനയാണ് ചെയ്യുന്നത്. അതായത് എല്ലാ വസ്തുക്കളും മുന്നിൽ വെച്ചുകൊണ്ട് ശരിയായ നിലയിൽ മാർഗം പറയുന്നില്ലെങ്കിൽ അത് വഞ്ചനയാണ്. ഇങ്ങനെ ചില ആളുകൾ അവരിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ, അവരോട് മാർഗം തേടുമ്പോൾ അവർ ശരിയായ മാർഗം പറയുകയില്ല. അമാനത്തിനോടുള്ള കടമ എന്നത് വ്യക്തമായ നിലയിൽ യാതൊന്നും ഇതിനെ സംബന്ധിച്ചറിവില്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ്. ഇതിൽ നല്ല മാർഗം അറിയുന്ന ആളെ സംബന്ധിച്ച് അറിയാമെങ്കിൽ അയാളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതിനായി വഴികാട്ടേണ്ടതാണ്. ഞാൻ ചില ആളുകളെ ഇവിടെ കണ്ടിട്ടുണ്ട്. അസേലമിനായി ഇവിടെ വരുന്നവർക്ക് തെറ്റായ മാർഗം ഉപദേശിക്കുന്നു. അല്ലെങ്കിൽ പൂർണ്ണമായ താല്പര്യത്തോടെ അവർ മാർഗം പറയുന്നില്ല. അവരുടെ ഫീസ് പൂർണ്ണമായും അവർ വാങ്ങിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവർ വഞ്ചന കാണിക്കുന്നവരുടെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റു കാര്യങ്ങളും. അങ്ങനെയുള്ളവർ ഓർക്കുക, ഒരു വ്യക്തി പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അയാൾക്ക് ഉത്തമ മാർഗം കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനപ്രകാരം അവൻ വഞ്ചന എന്ന കുറ്റത്തിന് അർഹനാകുന്നു. അതിനാൽ ഈ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ നൽകേണ്ട കാര്യമാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം അമാനത്ത് പൂർത്തീകരിക്കുന്നതിന്റെയും വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമായി നമ്മിൽ ഉണ്ടായിരിക്കേണ്ട നിലവാരം എത്രത്തോളം കാണാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ ആ മഹാത്മാരുടെ അടുത്ത് പറയുന്നു, ഏതൊരു വ്യക്തിയാണ് ദുർവിചാരത്തിൽ നിന്നും വഞ്ചനയിൽ നിന്നും കൈക്കൂലിൽ നിന്നും എല്ലാവിധ അനുവദനീയമല്ലാത്ത മാർഗത്തിൽ നിന്നും തൗബ ചെയ്യുന്നില്ലെങ്കിൽ അവൻ എന്റെ ജമാഅത്തിൽപ്പെട്ടവനല്ല. പറയുന്ന ഓരോ പുരുഷനും തന്റെ പത്നിയോട് അല്ലെങ്കിൽ പത്നി പുരുഷനോട് വഞ്ചനയോടുകൂടിയാണ് പെരുമാറുന്നതെങ്കിൽ അവരും എന്റെ ജമാഅത്തിൽപ്പെട്ടവരല്ല. മറ്റു സ്ഥലത്ത് പറയുന്നു, അള്ളാഹുവിനെ ഏകനാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നിർബന്ധമായ കൽപ്പനയാണ് അവന്റെ സൃഷ്ടികളുടെ അവകാശങ്ങളെ ധ്വംസിക്കാതിരിക്കേണ്ടത്. തന്റെ സഹോദരന്റെ അവകാശങ്ങളെ ധ്വംസിക്കുന്നവൻ
അവനെ ചതിക്കുന്നവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവനല്ല. പിന്നീട് പറയുന്നു, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തഖ്വയെ വസ്ത്രമെന്ന നാമകരണമാണ് ചെയ്തിരിക്കുന്നത്. അതായത് ലിബാസു തഖ്വ വിശുദ്ധ ഖുർആന്റെ പദമാണ്. ഇത് ചൂണ്ടിക്കാട്ടുന്നത് ആത്മീയതയിലെ മനോഹാരിതയും ആത്മീയതയിലെ അലങ്കാരവും തഖ്വയിലൂടെയാണ് ജനിക്കുന്നത്. തഖ്വ എന്നത് മനുഷ്യൻ ദൈവത്തിന്റെ എല്ലാ അമാനത്തുകളും വിശ്വാസപരമായ പ്രതിജ്ഞകളും അതുപോലെ തന്നെ സൃഷ്ടികളുടെ എല്ലാ അമാനത്തുകളും വാഗ്ദാനങ്ങളും എപ്പോഴും വിലമതിക്കുക. അതായത് അതിലെ അതിസൂക്ഷ്മങ്ങളായ വശങ്ങളെ പൂർത്തിയാക്കുക. വിശ്വാസത്തിന്റെ അതിസൂക്ഷ്മമായ വശം കണ്ടെത്തി അതിൽ പ്രവർത്തിക്കുന്നത് മൂലം നമ്മെ അമാനത്ത് പൂർത്തീകരിക്കുന്നവരായി ഗണിക്കപ്പെടുന്നതാണ്. അതിനാൽ നമുക്കതിനായി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തത്തിലുള്ള എല്ലാ അവകാശങ്ങളും ഒരു അമാനത്താണ്. നമ്മുടെ ഉത്തരവാദിത്തത്തിലുള്ള എല്ലാ നിർബന്ധ കടമകളും അതും ഒരു അമാനത്താണ്. ഇവ പൂർത്തിയാക്കൽ നമുക്ക് ഫർളാണ്. നാം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അവകാശികളായി തീരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഫർള് നിർവഹിക്കലും നമുക്ക് നിർബന്ധമാണ്. അതിനാൽ ഇതിൽ നാം ഓരോരുത്തരും സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ പിന്നെ മറ്റൊരു അള്ളാഹുവിന്റെ കൽപ്പന ഇതും ഇന്ന് വിവരിക്കുന്നതിനായി ഞാൻ എടുത്തിട്ടുള്ളതാണ്. സമൂഹത്തിന്റെ മനോഹാരിതയ്ക്ക് വർണ്ണം ചാർത്തുന്നതാണിത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഹി വല്ലറാഹി വൽ കാസിമീന ഗൈള വൽ ഗാഫിന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അതായത് ഐശ്വര്യഘട്ടത്തിലും വിഷമഘട്ടത്തിലും ദൈവമാർഗത്തിൽ ധനം ചിലവഴിക്കുന്നവരും കോപം നിയന്ത്രിക്കുന്നവരും ജനങ്ങൾക്ക് അവരുടെ തെറ്റുകൾ മാപ്പ് ചെയ്തു കൊടുക്കുന്നവരും അത്രേ അവർ. അള്ളാഹു സുഹൃത്തവാന്മാരെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഇതുപോലെ മുമ്പ് പറഞ്ഞതാണ്, കർത്തവ്യപൂർത്തീകരണം എല്ലാ മുസ്ലിമിന്റെ മേലും ഫർളാണ്. ഈ ആയത്തിൽ കർത്തവ്യപൂർത്തീകരണത്തിന്റെ നിലവാരം എത്രത്തോളം ആയിരിക്കണമെന്ന് അല്ലാഹു പറയുന്നു. ഇതിനുപരി ആയിക്കൊണ്ട് നമ്മെ ഉപദേശിച്ചിരിക്കുന്നു. അതായത് സമൂഹത്തിന്റെ മനോഹാരിത. കർത്തവ്യം പൂർത്തിയാക്കുന്നതിനെയും മറികടന്ന് ത്യാഗം വരിക്കുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. അവകാശം നൽകുക മാത്രമല്ല, പ്രത്യുത അവകാശം നൽകുന്നതിനായി ചില സമയങ്ങളിൽ ത്യാഗം വരിക്കേണ്ടതായും വരുന്നതാണ്. ഏതൊരു സമൂഹത്തിലാണ് മുഴുവൻ മനുഷ്യരും മറ്റുള്ളവരുടെ അവകാശം നൽകുക മാത്രമല്ല ത്യാഗം വരിച്ചുകൊണ്ട് അവകാശങ്ങൾ നൽകുന്നതിനായി ശ്രമിക്കുന്നത്, ആ സമൂഹം യഥാർത്ഥ നിലയിൽ സ്വർഗീയ സമൂഹമെന്ന് നാം പറയും വിധം ഉന്നത നിലവാരം വരെ എത്തിച്ചേരുന്നതാണ്. ഈ ചിത്രം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബത്തിൽ ദൃശ്യമാകുന്നതാണ്. ഇത് സംബന്ധമായി അല്ലാഹു പറയുന്നു, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഹസാസ. ദാരിദ്ര്യമുണ്ടായിട്ടും മറ്റുള്ളവർക്ക് അവർ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഈ അവസ്ഥയുള്ള വിധം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ത്യാഗം വരിക്കാനുള്ള ആത്മാവുണ്ടാകുന്നു. തന്റെ ശാരീരിക വികാരങ്ങളെയും മനുഷ്യൻ അടിച്ചമർത്തുന്നതാണ്. മറ്റുള്ളവർക്കായി നല്ലത് ആഗ്രഹിക്കുന്നു, കാരുണ്യത്തോടെ വർത്തിക്കുന്നു. ഈ സൗഭാഗ്യ ഗുണത്തിന്റെ മഹത്തായ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബത്തിൽ ദൃശ്യമാകുന്നതാണ്. തന്റെ മക്കളുടെ കൊലയാളിക്ക് പോലും തിരുമേനി മാപ്പ് നൽകിയത് നാം കാണുന്നു. ഇതുപോലെയുള്ള അസംഖ്യം ഉദാഹരണങ്ങളുണ്ട്. കോപമടക്കുകയും ഉന്നത ധാർമ്മിക ഗുണം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിനായി തിരുമേനി തന്റെ സഹാബത്തിന് എപ്രകാരമാണ് ഉപദേശം നൽകിയത്, ശിക്ഷണം നൽകിയത്. ഇത് സംബന്ധമായി ഒരു പ്രസിദ്ധമായ നിവേദനമുണ്ട്. ഒരു വ്യക്തി ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാൻ തുടങ്ങി. ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു നിശബ്ദത പാലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന് അയാളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മന്ദഹസിച്ചു. അയാളുടെ അതിക്രമം അതിര് കവിഞ്ഞപ്പോൾ അയാളുടെ വാക്കുകൾക്ക് അബൂബക്കർ ശക്തമായ നിലയിൽ മറുപടി നൽകാൻ തുടങ്ങി.
അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുഖത്ത് അതൃപ്തി പ്രകടമായി. തിരുമേനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമക്ഷം അബൂബക്കർ ഹാജരായിക്കൊണ്ട് ചോദിച്ചു, ആ വ്യക്തി താങ്കളുടെ മുമ്പിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചു, താങ്കൾ അത് കേട്ടിരുന്നു. ഞാൻ ചില കാര്യത്തിന് മറുപടി നൽകിയപ്പോൾ താങ്കൾ നീരസത്തോടെ അവിടെ നിന്ന് പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അയാൾ ചീത്ത വിളിച്ചപ്പോൾ താങ്കൾ നിശബ്ദനായിരുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ മലക്ക് അതിന് മറുപടി നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ താങ്കൾ മറുപടി നൽകാൻ ആരംഭിച്ചപ്പോൾ മലക്ക് അവിടുന്ന് പോവുകയും ശൈത്താൻ അവിടെ വരികയും ചെയ്തു. പിന്നെ വ്യക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നത് ഒരിക്കലും സാധ്യമാകുന്ന ഒന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇപ്രകാരമാണ് സഹാബത്തിന് ശിക്ഷ നൽകിയിരുന്നത്. അവർക്ക് അനുവദനീയമായിരുന്ന കോപത്തെ പോലും ക്ഷമയിലേക്ക് മാറ്റി. പ്രത്യുത അവരിൽ കരുണ കാണിക്കാനുള്ള വികാരം ജനിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്വന്തം അവസ്ഥയെ സംബന്ധിച്ച് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹുമ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വ്യക്തിപരമായ കാര്യത്തിനായി ഒരിക്കലും തന്നെ തന്റെ മേലുണ്ടാകുന്ന ഒരു അക്രമത്തിന് പോലും പകരം ചോദിച്ചിട്ടില്ല. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം പറയുന്നു, അള്ളാഹുവിന്റെ സമീപസ്ഥരെ വലിയ വലിയ ചീത്തയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത്യധികം വിഷമത്തിൽ അവരെ ആഴ്ത്തിയിരുന്നു. എന്നാൽ അവർക്ക് ആരിസിൻ അൽ ജാഹിലീൻ എന്ന സ്ഥാനം ലഭിച്ചു. പരിപൂർണ മനുഷ്യനായ നമ്മുടെ നബിക്ക് പോലും വളരെ കഠിനമായ ബുദ്ധിമുട്ടുകൾ നൽകി. അധിക്ഷേപം, അസഭ്യം, നിന്ദത ചെയ്യപ്പെട്ടു. സർവഗുണസമ്പന്നനായ ആ വ്യക്തി അതിനെതിരായി എന്താണ് ചെയ്തത്? അവർക്കായി ദുആയാണ് ചെയ്തത്. കാരണം ജാഹ്ലിയങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്ന പക്ഷം നിന്റെ ജീവനും അന്തസ്സും നാം സംരക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹു വാഗ്ദാനം നൽകിയിരുന്നു. സദാചാര സമൂഹം അദ്ദേഹത്തെ ഒരിക്കലും ആക്രമിക്കുന്നതല്ല. പിന്നെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശത്രുക്കൾ തിരുമേനിയുടെ അന്തസ്സിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. അവർ സ്വയം നിന്ദ്യരും അപമാനിതരുമായിക്കൊണ്ട് തിരുമേനിയുടെ കാൽച്ചുവട്ടിൽ വീഴുകയോ അല്ലെങ്കിൽ മുന്നിൽ നശിച്ചൊടുങ്ങുകയോ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യദാസന്റെ സ്വന്തം മാതൃകയും എന്താണ്? അതിനായി ഒരു ഉദാഹരണം സമർപ്പിക്കുകയാണ്. ഡോക്ടർ മാർട്ടിൻ ക്ലാർക്കിന്റെ വധശ്രമത് കേസിൽ മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ ഹാജരായപ്പോൾ ആ സമയത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ വക്കീൽ മൗലവി ഫസലുദ്ദീൻ സാഹിബ് അനഹമ്മദിയായിരുന്നു. എങ്കിലും സൽപ്രവർത്തകനായിരുന്നു. മൗലവി മുഹമ്മദ് ഹുസൈന്റെ സാക്ഷ്യത്തെ ബലഹീനപ്പെടുത്തുന്നതിനായി കോടതിയിൽ വെച്ച് മൗലവി സാഹിബിനോട് തന്റെ വംശപരമ്പരയെ പരിഹാസമുണ്ടാക്കുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിന് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം ഉടൻ തന്നെ വക്കീലിനെ തടഞ്ഞു. ഞാൻ മൗലവി സാഹിബിന് ഇത്തരത്തിൽ ചോദ്യം ചോദിക്കാൻ അനുവാദം നൽകുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ തന്റെ കൈകൊണ്ട് മൗലവി ഫസലുദ്ദീൻ സാഹിബിന്റെ വായ പൊത്തി. ഇതാണ് ആ ഉന്നത ധാർമ്മിക ഗുണം. തന്നെ സ്വയം അപകടത്തിൽ ഇരയാക്കിക്കൊണ്ട് തന്റെ കഠിന ശത്രുവിന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും അദ്ദേഹം സംരക്ഷിച്ചു. മൗലവി ഫസലുദ്ദീൻ സാഹിബ് എപ്പോഴും ഈ സംഭവത്തെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. മിർസാ സാഹിബ് പ്രത്യേകമായ സ്വഭാവത്തിനുടമയാണ്. ഒരാൾ തന്റെ അന്തസ്സിനെയും ജീവനെയും ആക്രമിക്കുമ്പോൾ, അവിടെ അയാളുടെ സാക്ഷ്യത്തെ ബലഹീനപ്പെടുത്തുവാൻ ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിനെ അദ്ദേഹം ഉടൻ തടയുന്നു. ഞാൻ അത്തരത്തിലുള്ള ചോദ്യത്തിന് അനുവാദം നൽകുന്നതല്ല എന്ന് പറയുന്നു. ഇതാണ് കോപത്തെ ഇല്ലാതാക്കുന്നതിനും കരുണ കാണിക്കുന്നതിനെയും വിവരിക്കുന്ന മഹത്തായ ഉദാഹരണം. ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യദാസന്റെ ജീവിതത്തിൽ നാം ഇവ കാണുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം ഒരിടത്ത് പറയുന്നു, വൽ കാസിമീനൽ ഗൈസ വആഫിന അലിന്നാസി വല്ലാഹു മുഹിബുൽ മുഹ്സിനീൻ. അതായത് ദേഷ്യത്തെ വിഴുങ്ങുകയും അക്രമികളോട് ക്ഷമിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. കടുപ്പത്തെ കടുപ്പം കൊണ്ട് അവർ മറുപടി പറയുകയില്ല.
അദ്ദേഹം ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ജമാഅത്തിനെ തയ്യാറാക്കുന്നതിനുള്ള ഉദ്ദേശം ഇതാണ്: നാവും കാതും കണ്ണും ഓരോന്നും തഖ്വയിലൂടെ സഞ്ചരിക്കേണ്ടതാണ്. തഖ്വയുടെ പ്രകാശമായി ഇരിക്കണം അകവും പുറവും. ധാർമ്മിക ഗുണങ്ങളുടെ ഉന്നത മാതൃകയുണ്ടാവണം. അനാവശ്യ കോപം, ദേഷ്യം പൂർണ്ണമായും ഇല്ലാതായി തീരേണ്ടതുമാണ്. പറയുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് ജമാഅത്തിലെ അധികം ആളുകളിലും ഇപ്പോഴും കോപമാകുന്ന വിഷം ഇപ്പോഴും നിലനിൽക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്നു. പരസ്പരം കലഹിക്കുന്നു. അങ്ങനെ ഉള്ളവർക്ക് ജമാഅത്തിൽ യാതൊരു പങ്കും ഉണ്ടായിരിക്കുന്നതല്ല. ഇതിൽ എന്ത് പ്രയാസമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോൾ മറ്റേയാൾ നിശബ്ദരായി ഇരിക്കുക, അതിന് മറുപടി നൽകാതിരിക്കുക. എല്ലാ ജമാഅത്തിന്റെയും പരിഷ്കരണം പ്രാരംഭം കുറിക്കുന്നത് ധാർമ്മിക ഗുണത്തിലൂടെയാണ്. അതിനായി തുടക്കത്തിൽ ക്ഷമയോടുകൂടി സാവധാനം പ്രകൃതത്തിൽ പുരോഗതി നേടുക. അതിന് ഏറ്റവും ഉന്നതമായ പോംവഴി ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അള്ളാഹു അവന്റെ പരിഷ്കരണം നടത്തുന്നതിനായി വേദനയോടുകൂടി അവന് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ഹൃദയത്തിൽ ഒരിക്കലും വിദ്വേഷം വളർത്തരുത്. ഏതുപോലെ ലോകത്തിലെ നിയമങ്ങൾ അതുപോലെ അള്ളാഹുവിനുമുണ്ട് നിയമങ്ങൾ. ലോകം തന്റെ നിയമം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ അള്ളാഹു അവന്റെ നിയമങ്ങൾ എങ്ങനെ ഉപേക്ഷിക്കും? അതിനാൽ ഏതുവരെ പരിവർത്തനമുണ്ടാകുന്നില്ലയോ അതുവരെ അവന്റെ മുമ്പിൽ നിങ്ങൾക്ക് യാതൊരു വിലയും ഉണ്ടാകുന്നതല്ല. ക്ഷമ, സഹനം, മാപ്പ് മുതലായ ഉന്നത ധാർമ്മിക ഗുണങ്ങൾ, അതിന്റെ സ്ഥാനത്ത് മൃഗത ഉണ്ടാകുന്നത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. നിങ്ങൾ ഈ വിധ സവിശേഷ ഗുണങ്ങളിൽ നേട്ടം കൈവരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ദൈവസാമീപ്യം കരസ്ഥമാകുന്നതാണ്. അള്ളാഹു നമ്മെ ഈ റമദാനിൽ ഇബാദത്തുകൾ നിർവഹിക്കുന്നതിലും നിലനിർത്തുന്നതിനുമുള്ള തൗഫീഖ് നൽകിയതുപോലെ മറ്റ് കടമകളും നിർവഹിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജമാഅത്തിനായി ജോലി ചെയ്യുന്നവർ അവർക്ക് ആദ്യം തന്റെ മാതൃക വീട്ടിലും പുറത്തും സമർപ്പിക്കേണ്ടതാണ്. ദുആയിലേക്ക് ഞാൻ വീണ്ടും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. റമദാനിലെ ആദ്യത്തെ ഖുതുബയിലും പറഞ്ഞതാണ്. അത് വീണ്ടും ചുരുക്കി ആവർത്തിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ജമാഅത്തിന്റെ പുരോഗതിക്കും ശത്രുക്കളുടെ അപകടകരമായ ആസൂത്രണങ്ങളിൽ നിന്നും രക്ഷപ്രാപിക്കുന്നതിനായി ഒരുപാട് ദുആ ചെയ്യുക. നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ വിജയത്തിനായി ഒരുപാട് ദുആ ചെയ്യുക. അള്ളാഹു നമുക്കതിനായി തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.